റേഞ്ചിൽ വന്നാൽ നമ്മൾ ഈ കർഷകർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കും. അത് രാസവളവും കീടനാശിനി എന്ത് അസുഖമാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കൊടുക്കും. സാറിന് ഈ ഒരു ഷോപ്പ് ഇപ്പോൾ സുമാറ് കണ്ട് 45 വർഷമായി. നമ്മാറ മറ്റേ പോത്തുണ്ടി റൂട്ടിലുണ്ടായിരുന്നു, അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൗദാംബിക തിയേറ്ററിൻ്റെ അവിടെ ഈ സ്ഥലം വാങ്ങി എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയത്. ഇവിടെ ലോഡിംഗുകാരുടെ ഓഫീസായിരുന്നു പണ്ട്, ചെന്താമര അക്ഷൻ സാറുടെ കാലത്തല്ലേ. അവർ പിന്നെ ഇവിടുന്ന് പോയില്ല, അവരിവിടുന്ന് പോയി. അത് പിന്നെ പാർട്ടിക്കാർ വാങ്ങിച്ച്, പാർട്ടിക്കാർ എനിക്ക് വന്നു, ഞാൻ വാങ്ങിച്ച സ്ഥലമാണ് അവർക്ക് കൊടുത്തത്. ഏത് അവരുടെ ഓഫീസ് അവിടെ ആ സിനിമാ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കാണുന്ന നീളത്തോളം വലിയ കോംപ്ലക്സിലെ അതിന് ഞാൻ അഡ്വാൻസ് കൊടുത്താണ്. അപ്പോൾ അത് അവർക്ക് തന്നെ വേണമെന്നായി. ആർക്ക്? തിയേറ്ററുകാർക്ക് അല്ല, പാർട്ടിക്കാർ. പാർട്ടി ഓഫീസ് മുകളിലായിരുന്നല്ലോ, അതിന് ഓപ്പോസിറ്റ്. അപ്പോൾ അവർക്കൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ഞാനത് ഒഴിഞ്ഞു. അപ്പോൾ എനിക്ക് സ്ഥലം തന്നാൽ മതി. ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു. എൻ്റെ പേര് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്നാ പേര്. നിങ്ങൾക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, SMT ബസ് ഒന്നുമില്ല. അല്ല, അവിടെ ആ റൂട്ടിലൊരു ഹൈ റേഞ്ച് കെമിക്കൽസ് അവിടെ ഒരു ബസ് സർവീസ് ഒക്കെ നിർത്തുന്നുണ്ടായിരുന്നു. അത് നെല്ലിയാമ്പതി. അത് ബസ് അവിടെ അവർ വേറെ പാർട്ടിൻ്റെ അവിടെ വെറുതെ നിങ്ങളുടെ ഗ്യാരേജിൽ നിർത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ നെല്ലിയാമ്പതി പെർമിറ്റ് പോയില്ല, ആൾക്കാരില്ലാണ്ടായിരിക്കും. ആൾക്കാരപ്പോൾ പെർമിറ്റ് ഉണ്ട്, ആൾക്കാർ പോണില്ല അധികം. തമിഴ്നാട്ടിലേക്ക് മിക്കവാറും ആൾക്കാരൊക്കെ ജീപ്പും കാറുമായി തമിഴ്നാട്ടിലേക്കൊന്നും അധികം പോകും. പൊള്ളാച്ചിക്കാണല്ലോ ആ ബസ് ഓടിയതല്ലേ? അതൊക്കെ പൊള്ളാച്ചിട്ടും നെല്ലിയാമ്പതിയായിരുന്നു. പക്ഷെ അതൊന്നും യാത്രക്കാരില്ലാണ്ടും യാത്രക്കാർ ഓൺ വെഹിക്കിൾസിൽ പോകാൻ തുടങ്ങിയില്ലേ? എംപ്ലോയീസ് ഒക്കെ ബൈക്കിൽ തന്നെ, എംപ്ലോയീസ് ഒക്കെ ബൈക്കിലാണ് പോകുന്നത്. പിന്നെ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ പോലീസുകാർക്ക് ഫോറസ്റ്റുകാർക്ക് ഒന്നും പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് മാത്രമേ കൂടുതൽ ആൾക്കാരുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്ത് ആ റൂട്ട് കട്ടിയിരുന്നു. കഷ്ടമായിപ്പോയി. കഷ്ടം വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്കൂൾ പിള്ളേരും ഉണ്ടാവും വേണമെങ്കിൽ. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിർത്തൽ ചെയ്തവർ. പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണി വളരെ കൂടിയിട്ടുണ്ടല്ലോ. ടൂറിസ്റ്റ് ഇഷ്ടംപോലെ ആയില്ലേ, ഡെവലപ്പായില്ലേ നെല്ലിയാമ്പതി, ഭയങ്കര ഡെവലപ്പായല്ലോ. പക്ഷെ അവർ തൃശ്ശൂർക്ക് ഒരു KSRTC ഓടിച്ചു, അതും ഓടുന്നില്ല ഇപ്പോൾ. അവരൊക്കെ വെറുതെ എങ്ങനെ, അവർക്ക് താല്പര്യം ആളില്ല, ടൈമിങ് വ്യത്യാസമാണ്. അതെന്താ ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തണ്ടേ? അപ്പോഴേക്കും എല്ലാ യാത്രക്കാർ പോയിട്ടുണ്ടാകും. നെന്മാറ ഡിപ്പോ ആണെങ്കിൽ വിജയിക്കില്ലേ? ഇപ്പൊ നെന്മാറ പാലക്കാട് ഒരു KSRTC ഓടുന്നുണ്ട്, നേരത്തെ അങ്ങനെയൊക്കെ വിജയിക്കും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാതിരി ഡിപ്പോ ഉണ്ടെങ്കിൽ വിജയിക്കില്ലേ? അതല്ല മറ്റു ഡിപ്പോ ചിറ്റൂരിന്നോ പാലക്കാട് ഓടി ഇവിടെ എത്തി. ശരിക്കും നമ്മളുടെ KSRTC ഡിപ്പോ ആവശ്യമാണ്. നമ്മൾ നെല്ലിയാമ്പതിയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ. ടൂറിസ്റ്റ് സെന്റർ ആയി. പക്ഷെ ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ അതൊന്നും പ്രതീക്ഷ വേണ്ട. ഭയങ്കരമായിട്ട് ഡെവലപ്പായി തുടങ്ങി നെല്ലിയാമ്പതി. അപ്പൊ സാർക്ക് എന്തെങ്കിലും അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ടോ? സാർക്ക് ഒരുപാട് ഒരുപാട് ഈ ഒരു രംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന പലർക്കും കർഷകർക്ക് ആ ഒരു ടൈമിന് എന്താ കൊടുക്കുക എന്നുള്ളത് അറിയാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അതാ ഒരാൾക്ക് എനിക്ക് ഗോൾഡ് തന്നാണ് ഫോട്ടോ. ഗോൾഡ് മെഡൽ അല്ലേ? ശരി, ഇത് അല്ലേ? ശരി. അപ്പോൾ സാർ ഇതിനോടൊപ്പം